വന്നേക്കുന്നത് ഒരു സ്പെഷ്യൽ ചിക്കൻ കറി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ എന്താണെന്ന് സ്പെഷ്യൽ എന്നുള്ളത് നമുക്ക് വഴിയേ പറയാം. നമുക്ക് കറിയിലേക്ക് കിടക്കാവേ. നമ്മൾ ആദ്യം ഒരു ചട്ടി അടുപ്പത്തേക്ക് വെക്കുക. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടാക്കണം. അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാവേ. കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് ആവശ്യമുള്ള കുറച്ച് പച്ചമുളക്, നമ്മുടെ തേങ്ങാക്കൊത്ത്, കറിവേപ്പില, പിന്നെ വയണ കേട്ടോ. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കുറച്ച് മസാലപ്പൊടി ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. പിന്നെ ആവശ്യമായിട്ടുള്ള സവാള എടുക്കുക, എന്നിട്ട് കൊത്തിപ്പൊടിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അതിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ടേ. പിന്നെ സ്പെഷ്യൽ എന്ന് പറയാൻ കാരണം എൻ്റെ ഹസ്ബൻഡാണ് ഉണ്ടാക്കി തരുന്നത്. നമുക്ക് അതിലേക്ക് കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി നന്നായിട്ട് അങ്ങോട്ട് വഴറ്റി മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നമുക്ക് കുറച്ച് നേരം മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാവേ. ഇനി മൂടി തുറന്നപ്പോഴത്തേക്കും നന്നായിട്ട് അങ്ങോട്ട് വഴണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി അതൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് നമ്മുടെ കാഷ്നട്ട് ഒന്ന് സോക്ക് ചെയ്തതാണ് കേട്ടോ. അത് ഇങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ പൊടി ഐറ്റംസ് ആയിട്ടുള്ള മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ മസാലപ്പൊടി, അങ്ങനെ ഇതെല്ലാം കൂടെ നന്നായിട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം അങ്ങ് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ പച്ചമണം മാറിയ ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അങ്ങ് തിളപ്പിച്ചെടുക്കണേ. അപ്പോൾ ഈ വെള്ളം ഒഴിച്ചുള്ള പറ്റിച്ചെടി ഈ ഒരു സെറ്റപ്പ് വരണം കേട്ടോ. അതിൻ്റെ ഇത് ഒന്നും കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാവേ. അതോടെ വേവട്ടെ. നമുക്ക് ആ ഗ്യാപ്പിലേക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് കഴുകിയെടുത്താലോ. ആ ഗ്യാപ്പിലുള്ള മസാല റെഡി ആയിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ചിക്കനൊക്കെ ആഡ് ചെയ്ത് നന്നായിട്ട് മസാല എന്ത് ചെയ്യുക, ചിക്കനിലേക്ക് നമ്മൾ അങ്ങോട്ട് സെറ്റാക്കി പിടിപ്പിച്ച് കൊടുക്കണേ. ഇനി നമുക്ക് കുറച്ച് എന്ത് ചെയ്യാം, മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. കാരണം ചിക്കൻ്റെ വെള്ളം അതിലേക്ക് ഒന്ന് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മൂടി വെച്ച് വേവിച്ചിട്ടോ. അതായത് ചിക്കൻ്റെ വെള്ളം അതിലേക്ക് മൊത്തത്തിൽ ഇറങ്ങി നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സംഭവത്തിലുള്ള ഇനി കുറച്ച് മല്ലിയില ഇടുക, മൂടി വെക്കുക, കഴിക്കുക. അപ്പോൾ ടാറ്റാ.